മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് ആ ഫീസ് അടയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ടോ സാധാരണ കുടുംബങ്ങളിലെ കുട്ടികൾ 4ാം ക്ലാസ് വരെ മാത്രമേ പഠിക്കുമായിരുന്നുള്ളൂ ഈ കേരളത്തിൽ. അതിന്റെ ഒരു ഇരയാണ് ശാരംഗപാണി. നമ്മളൊന്ന് ആലോചിക്കണം. 4 വരെ പഠിച്ച ശാരംഗപാണി ഒരു കാലത്ത് മലയാള ചലച്ചിത്രവേദിയെ ഉള്ളം കൈയിലിട്ട് അമ്മാനമാടി. അപ്പൊ അദ്ദേഹത്തിന് കുറെ കൂടി പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലോ ഇത്രമാത്രം ഉയർന്ന നിലയിലേക്ക് ഒരു പക്ഷെ അദ്ദേഹം വളരുമായിരുന്നില്ല എന്നാരു കണ്ടു? അതാണ് ചരിത്രം. ആ ഒരു ചരിത്രമുള്ള ഈ കേരളത്തിൽ 1957 EMS ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത നമ്മുടെ നാട് ആദരവോടുകൂടി കാണുന്ന പ്രശസ്തനായ നിരൂപകൻ കൂടിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി, അദ്ദേഹമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. ആ ഗവൺമെന്റാണ് 7ാം തരം വരെ ഫീസ് അടയ്ക്കേണ്ടതില്ല എന്ന ചരിത്രപരമായ തീരുമാനം കൈക്കൊണ്ടത്. ആ തീരുമാനത്തിന്റെ പിൻബലത്തിലാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ 5ാം തരത്തിലേക്ക് പോകാൻ തുടങ്ങി, 6ലേക്ക് വിജയിച്ചു, 7ൽ പഠിക്കാൻ തുടങ്ങി. അപ്പോഴേക്ക് ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു. 1989 വിമോചന സമരം. പിന്നെ ഒരു ദശാബ്ദം കഴിഞ്ഞു. 67 വീണ്ടും EMS മുഖ്യമന്ത്രിയായി. വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയന്ത്രിക്കുന്ന ഗവൺമെന്റ് വന്നു. ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴാണ് 10ാം ക്ലാസ് വരെ ഫീസ് അടയ്ക്കേണ്ടതില്ല എന്ന ചരിത്ര പ്രസിദ്ധമായ തീരുമാനം കൈക്കൊണ്ടത്. കേരളത്തിലെ സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി ചരിത്രത്തിൽ ആദ്യമായി 10ാം ക്ലാസ് പാസ്സായത് 67 EMS ഗവൺമെന്റിന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ച ഈ തീരുമാനത്തിന്റെ ഭാഗമായാണ്. നമ്മുടെ നാടിന്റെ വിദ്യാഭ്യാസ പുരോഗതി